ഈ ബുൾഡോസർ രാജ് അവസാനിപ്പിക്കണമെന്നൊക്കെ സുപ്രീം കോടതി ഉത്തരവിട്ടു എന്ന് പറഞ്ഞ വലിയ ആഘോഷമുണ്ട്. പക്ഷേ സുപ്രീം കോടതി അങ്ങനെയൊന്നും പറഞ്ഞില്ല. നിയമവിരുദ്ധമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ പൊളിക്കാം എന്നാണ് പറഞ്ഞത്. അതെ, അതുകൊണ്ട് ഒരു സർക്കാരിനും അതിന് തടസ്സമില്ല. ഇന്നലെ സോമനാഥ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള നിയമവിരുദ്ധ നിർമ്മാണങ്ങളെല്ലാം സർക്കാർ പൊളിച്ചു നീക്കി. അതെ, അത് കാര്യമായ ഓപ്പറേഷനായിരുന്നു. 36 JCB, 5 ഹിറ്റാച്ചി, 10 ഡംബർ, 1400 പോലീസുകാരെ പുലർച്ചെ 4 മണിക്ക് ഗുജറാത്തിൽ വെരാവലില് ഗിർ സോമനാഥ് ജില്ലയിലാണ് സോമനാഥ ക്ഷേത്രം. അതിന് ചുറ്റുമുള്ള അനധികൃത നിർമ്മാണങ്ങൾ മുഴുവൻ പൊളിച്ചു. ഒരു മോസ്ക് അതിൽ പെടും, ദർഗകൾ പെടും, 500 വർഷം പഴക്കമുള്ള ശ്മശാനം അതും വൃത്തിയാക്കി. ഇത് കുറേ ഈ മുസ്ലിങ്ങൾ അവിടെ തടിച്ചു കൂടുകയൊക്കെ ചെയ്തെങ്കിൽ റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിരുന്നു, അങ്ങോട്ടുള്ള വഴികളൊക്കെ അടച്ചിരുന്നു. കുറേ യുദ്ധകാല അടിസ്ഥാനത്തിലാണ് ചെയ്തത്. മുസ്ലിങ്ങൾ തടിച്ചു കൂടിയെങ്കിലും കാര്യം സമാധാനപരമായിട്ട് നടന്നു. കാരണം ഇത് നിയമവിരുദ്ധമായി പൊതുസ്ഥലം കയ്യേറി ഉണ്ടാക്കിയതാണ്, അത് പൊളിക്കാമെന്ന് സുപ്രീം കോടതിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കലക്ടർ, IG, 3 SP-മാർ, 6 DYSP-മാർ, 50 CI SI ഇൻസ്പെക്ടർമാർ, ഇത്ര ആളുകളുണ്ടായിരുന്നു. ബുൾഡോസറുകൾ ധാരാളം ഉണ്ടായിരുന്നു. സർക്കാർ ഭൂമിയിൽ അനധികൃത മത മന്ദിരങ്ങൾ അത് ഉണ്ടാകാൻ പാടില്ല, അങ്ങനെ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് സർക്കാർ നിർദ്ദേശപ്രകാരം പൊളിച്ചതാണ് എന്ന് അധികൃതർ പറഞ്ഞിട്ടുണ്ട്. ഇത് സോമനാഥ് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരുപാട് അപകടങ്ങൾ ചരിത്രത്തിൽ കണ്ടിട്ടുള്ളൊരു ക്ഷേത്രമാണ്. അപകടങ്ങളല്ല, അതിക്രമങ്ങൾ, ദുരന്തങ്ങൾ. മഹമ്മൂദ് ഗസ്നി അവിടുത്തെ വിഗ്രഹം 4 കഷണമാക്കി ആക്രമിച്ച ശേഷം ആ 4 കഷണങ്ങൾ 4 സ്ഥലത്ത് സ്ഥാപിച്ചു അയാൾ. ഒരെണ്ണം ഗസ്നിയിൽ, അഫ്ഗാനിസ്ഥാനിലാണ് ഗസ്നി, അവിടുത്തെ ജമാ മസ്ജിദിൻ്റെ മുമ്പിൽ കൊണ്ടുപോയിട്ടു. വേറൊരു കഷ്ണം അയാളുടെ കൊട്ടാര സദസ്സിൻ്റെ വാതിലിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി സ്ഥാപിച്ചു. 3 മെക്കയിൽ ഒരെണ്ണം, 4 മദീനയിൽ ഒരെണ്ണം. ഇങ്ങനെയാണ് അവിടുത്തെ ശിവന്റെ വിഗ്രഹം 4ആയിട്ട് കണ്ടിച്ച് 4 കഷ്ണങ്ങൾ കൊണ്ടുപോയി. അതൊരു പുതിയ അറിവാണ്. പക്ഷേ ഈ പല മുഗൾ ഭരണാധികാരികളും ക്ഷേത്രങ്ങൾ തകർത്ത് വിഗ്രഹങ്ങളെടുത്ത് തല്ലിപ്പൊട്ടിച്ച് തങ്ങളുടെ കൊട്ടാരത്തിലേക്ക് കയറാനുള്ള ചവിട്ടുപടിയായി ഉപയോഗിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. കാരണം ഹിന്ദുവിൻ്റെ നെഞ്ചത്ത് ഓരോ തവണയും ചവിട്ടുന്നു കാഫിറിൻ്റെ നെഞ്ചത്ത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ ചവിട്ടുകല്ലുകളായിട്ട് ഉപയോഗിച്ചത്. അങ്ങനെ ചെയ്യുന്നത് പടച്ചവന് ഇഷ്ടപ്പെടും എന്നാണ്. കാഫിറിൻ്റെ നെഞ്ചത്താണല്ലോ ചവിട്ടുന്നത്. അന്ന് മറ്റേ ആ നൂറ്റാണ്ടുകളിലെ സംഗതിയാണ്. പിന്നെ ടിപ്പുവിൻ്റെ കാലത്തും ഒക്കെ, പിന്നെ മാപ്പിളകളുടെ കാലത്ത് ഇവിടുത്തെ മാപ്പിളമാരും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഈ മൃഗങ്ങളുടെ എൻഡെയിൽസ്, കൊടലുമാലയൊക്കെ ഇല്ലേ, ഇതെല്ലാം കൊണ്ട് വിഗ്രഹത്തിൽ ചാർത്തും ആദ്യം പൊളിക്കുന്നതിന് മുമ്പ്. അതാണ് മാപ്പിളകളുടെ കാലത്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. മലിനമാക്കണം ആദ്യം ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥലം, എന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഈ ദ്വാരക, ഗിർനാർ, ഈ ഭാഗങ്ങളൊക്കെ ആ കാലത്ത് നശിപ്പിച്ചിരുന്നു ഗസ്നി. ഇപ്പോൾ JCB സോമനാഥ ക്ഷേത്രത്തിൽ മാത്രമല്ല ഈ അനധികൃത കെട്ടിടങ്ങൾ പൊളിക്കുന്നത്. ദ്വാരകയൊക്കെ വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാൻ പോവുകയാണല്ലോ. പോർബന്ദർ, ജാംനഗർ, ഇവിടെയൊക്കെ പൊളിക്കുന്നുണ്ട്. ഇത് അനധികൃതം എന്നുള്ളത് മാത്രമല്ല, ഇത്തരം സ്ട്രക്ചേഴ്സ് കള്ളക്കടത്തിനും ഡ്രഗ് ട്രാഫിക്കിംഗ്, മയക്കുമരുന്ന് കച്ചവടത്തിനുമൊക്കെ ഉപയോഗിക്കുന്നു എന്ന് കണ്ടെത്തിയിട്ടാണ് പൊളിക്കുന്നത്. അല്ല, ഒരു മീനാരം പോലൊരു സാധനം ഉണ്ടാക്കി വെച്ചാൽ അത് പിന്നെ മതത്തിന്റെ പ്രതീകമായി. അതിനകത്ത് എന്ത് വൃത്തികേടും എന്തും ചെയ്യാം. ഇത് വിശ്വാസികൾ ഉണ്ടാക്കണമെന്നില്ല, കള്ളക്കടത്തുകാരൻ ഉണ്ടാക്കിയാലും മതി. പിന്നെ മതമായി. നമ്മുടെ എറണാകുളം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു മസ്ജിദ് ഉണ്ട്. മസ്ജിദ് കാണുമ്പോൾ നമ്മൾ ഓർക്കും ഇത് മുസ്ലിം മതവിശ്വാസത്തിൻ്റെ ആണെന്ന്. അതൊരു സ്വകാര്യ വ്യക്തി ഉണ്ടാക്കിയതാണ്. എന്തെന്ന് വെച്ചാൽ ഹൈവേ വലുതാക്കുമ്പോഴത്തേക്ക് തൻ്റെ സ്ഥലം എടുത്തു പോകാതിരിക്കാൻ വേണ്ടി ഒരു മസ്ജിദ് ഉണ്ടാക്കി വെച്ചു.
ഇപ്പോൾ നമ്മുടെ ഇവിടുന്ന് 20 കിലോമീറ്റർ, നമ്മളിരിക്കുന്ന കരൂരിൽ നിന്ന് 20-25 കിലോമീറ്റർ പോയാൽ തൃശ്ശൂർ റൂട്ടിൽ പോയ വലതുവശത്ത് കാണാം. സ്ഥലം ഞാൻ പറയുന്നില്ല, ചൂണ്ടിക്കാണിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ അനധികൃതമല്ലേ അത്, ഭരതന്മാരൊക്കെ വന്ന് താമസിക്കുന്ന സ്ഥലം. ഭരതന്മാർ റോഹിംഗ്യൻസ്. പിന്നെ ദേശീയ, അപ്പോൾ പറഞ്ഞിട്ടുണ്ട് ദേശീയ സുരക്ഷാ കാരണങ്ങളാണ് ഇതൊക്കെ പൊളിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗസ്നി വന്നത് 1926 എത്ര കാലം മുമ്പാണ്. ചാലൂക്യർക്കെതിരെയായിരുന്നു ഗുജറാത്തിൽ അന്ന് ഇവിടെ നടന്ന, സോമനാഥിൽ നടന്ന ആക്രമണം. ഭീഷ്മർ വൺ എന്ന് പറഞ്ഞ രാജാവാണ് അന്നുണ്ടായത്. അദ്ദേഹം പലായനം ചെയ്തു അന്ന് വന്നപ്പോൾ. ഗസ്നി അന്ന് സോമനാഥിൽ നടത്തിയത്, സോമനാഥിൽ തന്നെ നടത്തുന്ന 15ാമത്തെ ആക്രമണമായിരുന്നു അത്. ഈ ഏറ്റവും അവസാനം വിഗ്രഹം 4 കഷ്ണമാക്കിയത്. ജനുവരി മധ്യത്തിൽ സോമനാഥിലെത്തി. ഭീമൻ ഒന്നാമൻ ആണ് ഭരിച്ചിരുന്നത്. ഗുർജ പ്രതിഹാര ഈ രാജാക്കന്മാരെയൊക്കെ അതിന് മുമ്പ് പുറത്താക്കിയിരുന്നു. അതിന് മുമ്പുള്ള ആക്രമണങ്ങളിൽ കീഴടക്കി. ഷാഹി വംശം, ഹിന്ദു ഷാഹി എന്ന് കേട്ട് മുസ്ലിം എന്ന് ധരിക്കേണ്ട, ഹിന്ദു ഷാഹി വംശത്തിന് ചന്തേലകൾക്കെതിരെയൊക്കെ എല്ലാവരെയും ഇയാൾ അടിച്ചൊതുക്കിയിരുന്നു. 1025 ഒക്ടോബർ 18 അയാൾ യാത്ര അവിടെ നിന്ന് തുടങ്ങിയത്. 30,000 കാലാൾ വരുമായിരുന്നു, കാലാൾപ്പടയിൽ 30,000 ഒട്ടകപ്പട. മുൾട്ടാനിൽ വിശ്രമിച്ചിട്ട് നവംബറിൽ യാത്ര പുനരാരംഭിച്ചു. ഡിസംബർ ഒടുവിൽ കച്ചിലേക്ക് കടന്നു. എന്നിട്ടാണ് ആക്രമണം. സോമനാഥിൽ 3-ാം ദിവസം, സോമനാഥിൽ എത്തിയിട്ട് 3-ാം ദിവസമാണ് ക്ഷേത്രത്തിൽ കടന്നത്. 50,000 പേര് ചേർത്ത് നിന്നിട്ട് കൊല്ലപ്പെട്ടു ഹിന്ദുക്കൾ. ശിവലിംഗം ഇങ്ങനെ ചെതറി കഷ്ണങ്ങളായി. അതിൽ നിന്ന് 4 കഷ്ണമാണ് കൊണ്ടുപോയത്. വഴിക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് ജാട്ടുകൾ പലയിടത്ത് വെച്ചും ആക്രമിച്ചു ഈ മുഹമ്മദ് ഗസ്നിയെ. ഒരു ജാട്ടാണ് കൊന്നത് എന്നൊരു റൂമറുണ്ട്. 74 കൊല്ലം മുമ്പ് ഈ സോമനാഥിൻ്റെ ഉദ്ഘാടന സമയത്ത് പുനർനിർമ്മിച്ചല്ലോ പട്ടേൽ, KM മുൻഷി എല്ലാവരും കൂടി ചേർന്നിട്ട്. മുൻഷിയാണെങ്കിൽ നെഹ്റു എതിരായിരുന്നു. നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് KM മുൻഷി കോൺഗ്രസ്സുകാരനാണ്, രാജിവെച്ചിട്ടാണ് ചടങ്ങിൽ പങ്കെടുത്തു. മറ്റേ അദ്ദേഹമായിരുന്നു ട്രസ്റ്റിന്റെ ചെയർമാൻ ഈ പുനർനിർമ്മാണത്തിന്. മുൻഷി ഭാരതീയ വിദ്യാഭവന്റെ ഒക്കെ സ്ഥാപകനായിരുന്നു. ഈ മറ്റേ മന്ത്രിസഭയൊക്കെ ഉണ്ടായ ശേഷം, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത് ജുനഗഡിൻ്റെ ഭാഗമായിരുന്നു. ജുനഗഡ് ഇന്ത്യയിൽ ചേരാൻ വിസമ്മതിച്ചിരുന്നു. ജുനഗഡ് മുസ്ലിം രാജാവ് ഭരിച്ചിരുന്നതാണ്. ജുനഗഡിൻ്റെ ഭാഗമായിരുന്നു സോമനാഥ് ക്ഷേത്രം അവിടെയായിരുന്നു. ആ ജുനഗഡ് രാജാവ് സ്വാഭാവികമായിട്ട് ഇത് പുനർനിർമ്മിക്കുന്ന പ്രശ്നമില്ലല്ലോ. അപ്പോൾ ജുനഗഡിൽ പട്ടേൽ പോയിട്ട് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, സോമനാഥ് നമ്മൾ പുനർനിർമ്മിക്കും. ആ വാഗ്ദാനം ആണ് പാലിക്കുന്നത്. പക്ഷേ അത് തുറന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോഴേക്കും പട്ടേൽ മരിച്ചു പോയിരുന്നു. അങ്ങനെയാണ് മുൻഷി അത് ചെയ്യുന്നത്. രാജേന്ദ്ര പ്രസാദ് രാഷ്ട്രപതിയായിരിക്കുമ്പോൾ നെഹ്റു 2 തവണ എഴുതിയ കത്തുകൾ തന്നെയുണ്ട്, പോകരുത് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പല മുഖ്യമന്ത്രിമാർക്കും നെഹ്റു കത്തെഴുതി, നിങ്ങളിതിന് സംഭാവന കൊടുക്കരുത്, ഇത് സർക്കാർ പദ്ധതി അല്ല എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആദ്യത്തെ ജ്യോതിർലിംഗം ഉള്ള സ്ഥലമാണത്. ആദ്യത്തെ ജ്യോതിർലിംഗം. കൃഷ്ണൻ്റെ അവസാന യാത്ര തുടങ്ങുന്നത് അവിടെ നിന്നാണ്. ഔറംഗസേബും ഇവിടെ ഈ പിൽക്കാലത്ത് ഇത് മുഴുവൻ പൊളിക്കാനും ഒക്കെ ഉത്തരവ് കൊടുത്തിരുന്നു. പക്ഷെ ആ ഉത്തരവ് കൊടുത്തിട്ട് ഔറംഗസേബ് മരിച്ചുപോയി. 1706 ഈ സോമനാഥ ക്ഷേത്രം മോസ്ക് ആക്കാനായിട്ടൊരു ശ്രമം നടന്നിരുന്നു. ഔറംഗസേബ് നടത്തിയിരുന്നു. അത് നടത്താൻ പറ്റാതെയാണ് മരിച്ചു പോയത്. ഈ സോമനാഥിനെ പറ്റി റോമില്ല താപ്പർ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഇടതുപക്ഷ ബുദ്ധിജീവി. പക്ഷെ അതിലും പറഞ്ഞിട്ടുണ്ട്, ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഔറംഗസേബിൻ്റെ കാര്യമൊക്കെ അവിടെ വെള്ളപൂശാൻ ശ്രമിച്ചിട്ടില്ല. അത് വേറെ അക്കാഡമിക്സിന് അവർ വിട്ടുകൊടുത്തില്ല. അല്ല, മാത്രമല്ല അതെല്ലാം എവിഡൻ്റ് ആണ്. ഇത് കൺമുന്നിലുള്ളത് ഈ റൊമില താപ്പർ എഴുതിയിട്ട് വല്ല കാര്യമുണ്ടോ? സെക്കുലറിസത്തിൻ്റെ ഭാഗമായിട്ടാണ് സോമനാഥ് പൊളിക്കാൻ ശ്രമിച്ചതെന്ന് എഴുതാമായിരുന്നു. ആ വാചകയിൽ ഉണ്ടായിരുന്നില്ല. 1782 അഹല്യബായി ഹോൾക്കർ, ഇപ്പം അവരുടെ 300ാം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്.
അവരൊരു ചെറിയ ക്ഷേത്രം അവിടെ പണിതു. അവർ പല സ്ഥലത്തും ഇങ്ങനെ പണിതിരുന്നല്ലോ, കാഞ്ചീപുരത്തും ഒക്കെ പണിതിരുന്നു. 1842 ലോർഡ് എല്ലൻബറോ എന്ന് പറഞ്ഞ വൈസ്രോയിയുടെയൊക്കെ കാലത്ത് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ ഹിന്ദു മുസ്ലിം സംഘർഷം അവരാണ് ശരിക്കും പല ഘട്ടങ്ങളിൽ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ പലപ്പോഴും പറയുന്ന പോലെ ഈ മറ്റേ ചാണക്യൻ എഴുതി എന്ന് പറയുന്ന മറ്റേ ഉരുക്കി ഒഴിക്കണം ആ എന്നൊക്കെ പറയുന്ന തിയറിയൊക്കെ ഇല്ലേ, ഇതൊക്കെ വ്യാജമായി ഹാൾഹെഡിനെ കൊണ്ട് എഴുതിച്ചതാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, സോമനാഥ ക്ഷേത്രത്തിൻ്റെ വാതിൽ ഗസ്നി പൊളിച്ചുകൊണ്ട് പോയിരുന്നു. ഞങ്ങൾ ആ വാതിൽ ഗസ്നിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ടൊരു വാതിൽ ആ കാലത്ത് തിരിച്ചു കൊണ്ടുവന്നു ഈ എല്ലൻബറോ ലോർഡ്. പിൽക്കാലത്താണ് തെളിഞ്ഞത്. ഈ വാതിൽ ഞാനും കണ്ടിട്ടുണ്ട്. ആ ആഗ്ര കോട്ടയുടെ അകത്ത് ഒരു സ്ട്രക്ചറിൻ്റെ അകത്ത് ഇത് മുഴുവൻ ഇപ്പോഴും അതുണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ 3-4 കൊല്ലം മുമ്പാണ് കണ്ടത്. ഇത് ഗസ്നിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന സോമനാഥിന്റെ വാതിലാണ് എന്നൊക്കെ. പിന്നീട് തെളിഞ്ഞു വ്യാജമായിരുന്നു. സോമനാഥിന്റെ വാതിലല്ലായിരുന്നു, പറ്റിച്ചതാണ്. ഈ സായിപ്പന്മാര് ഹിന്ദു മുസ്ലിം സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അങ്ങനെ ജനങ്ങളിൽ നിന്ന് പിരിച്ചു വാങ്ങി പണം വാങ്ങിയിട്ട് നെഹ്റുവിൻ്റെ സഹായമൊന്നും ഇല്ലാതെയാണ് പിന്നീട് സോമനാഥ് പണിതത്. അത് കാണാനായിട്ട് പട്ടലുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇത് വൃത്തിയാവുകയാണ് സോമനാഥ്. കാശിയൊക്കെ വൃത്തിയായതുപോലെ, മധുര വൃത്തിയാകാൻ പോകുന്നത് പോലെ ഇപ്പോൾ സോമനാഥ് വൃത്തിയായി. അതിൻ്റെ ചുറ്റുമുള്ള ഈ സ്ട്രക്ചറുകൾ, മതേതര ഈ സ്ട്രക്ചറുകളൊക്കെ പൊളിച്ചു നീക്കി. അല്ല, ഈ ബുൾഡോസർ രാജ് എന്നും പറഞ്ഞ് വലിയ കാമ്പയിൻ നടത്തി. സുപ്രീം കോടതിയുടെ വിധി 1-ാം തീയതി വരെ സ്റ്റേ ആണ്. സ്റ്റേ എന്ന് പറഞ്ഞിരിക്കുന്നത് സ്റ്റേ ഉത്തരവിട്ടെങ്കിൽ പോലും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഇല്ലീഗലായിട്ടുള്ള അനധികൃതമായിട്ടുള്ള എൻക്രോച്ച്മെൻറ്റുകൾ നീക്കുന്നതിന് ഈ സ്റ്റേ ഉത്തരവ് തടസ്സമല്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും എന്തോ വലിയ ഉത്തരവ് കിട്ടിയെന്നും പറഞ്ഞ് ബഹളം വെക്കുന്നവരുടെ മണ്ടയ്ക്കുള്ള അടികൂടിയാണ് സോമനാഥം ക്ലീൻ ചെയ്യാനുള്ള പ്രവൃത്തി. ഉത്തർപ്രദേശില് യോഗി അദ്ദേഹത്തിന്റെ നടപടികളുമായിട്ട് തുടരുന്നുണ്ട്. സുപ്രീം കോടതി വിലക്കിയില്ല. അനധികൃതമായ സാധനങ്ങൾ ഒഴിപ്പിക്കാമെന്ന് അത് എന്നും അതിന് കോടതി പറയേണ്ട കാര്യമില്ല. മാത്രല്ല, അത് അധികൃതരുടെ ചുമതലയല്ലേ അതെ പൊളിക്കുക എന്നുള്ളത്. മുമ്പ് അൽഫോൺസ് കണ്ണന്താനം ഡൽഹിയിൽ പൊളിച്ചപ്പോഴും അത് അൽഫോൺസ് കണ്ണന്താനത്തിന്റെ ജോലിയല്ലേ അത് പൊളിക്കുക എന്നുള്ളത്. ഏതായാലും കാര്യങ്ങൾ മുറയ്ക്ക് നടക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.